പൗരത്വം കരസ്ഥമാക്കിയ മലയാളി പ്രവാസികൾക്കും നാച്ചുറലൈസേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയ US പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നവർക്കും അതീവ നിർണായകമായ ഇമിഗ്രേഷൻ നിയമ മുന്നറിയിപ്പാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയും നൽകുന്നത്. മാതൃരാജ്യമായ ഇന്ത്യയുടെ പൗരത്വം വെടിഞ്ഞ് അമേരിക്കൻ പൗരത്വത്തിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഔദ്യോഗികമായി സറണ്ടർ ചെയ്യുന്നതിലും സറണ്ടർ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതിലും വരുത്തുന്ന ചെറിയ വീഴ്ചകൾ പോലും ഭാവിയിൽ വലിയ സാമ്പത്തിക പിഴകൾക്കും നിയമസങ്കീർണതകൾക്കും കാരണമായേക്കാം. വിദേശ പൗരത്വം സ്വീകരിക്കുന്ന വേളയിൽ ഒരു പ്രവാസി മലയാളി പാലിക്കേണ്ട കൃത്യമായ വിദേശകാര്യ നിയമങ്ങൾ, VFS ഗ്ലോബൽ വഴി നടപ്പിലാക്കേണ്ട റിനൈൻസേഷൻ പ്രക്രിയകൾ, പിഴകൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ, OCI കാർഡ് അപേക്ഷകളിൽ സറണ്ടർ സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയും 1955 സിറ്റിസൺഷിപ്പ് ആക്ടും പ്രകാരം ഒരു ഇന്ത്യൻ പൗരന് ഒരേ സമയം മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം കൈവശം വെക്കാനുള്ള നിയമപരമായ അനുമതിയില്ല. അതായത് ഇന്ത്യ ഇരട്ട പൗരത്വം അഥവാ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കുന്നില്ല. അതിനാൽ ഒരു വ്യക്തി അമേരിക്കൻ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ച് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്ന ആ നിമിഷം മുതൽ ആ വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം സ്വയമേ റദ്ദാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പൗരത്വം റദ്ദാക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നിയമപരമായ നടപടികൾ അവസാനിക്കുന്നില്ല. വിദേശ പൗരത്വം നേടി നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ പഴയ ഇന്ത്യൻ പാസ്പോർട്ട്, അതായത് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലോ കോൺസുലേറ്റിലോ സമർപ്പിച്ച് ഔദ്യോഗികമായി സറണ്ടർ ചെയ്യുകയും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന റിനൈൻസേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ സറണ്ടർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും നിയമപരമായ ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് ഈ സറണ്ടർ സർട്ടിഫിക്കറ്റ് വിദേശ പൗരത്വം നേടിയ മലയാളികൾക്ക് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഒന്നാമതായി, വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക് ആജീവനാന്ത യാത്രാ സ്വാതന്ത്ര്യവും ഇന്ത്യയിൽ തങ്ങാനുള്ള അവകാശവും നൽകുന്ന OCI കാർഡിനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതിന്റെ ഔദ്യോഗിക രേഖ നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ട്. സറണ്ടർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ തത്തുല്യമായ റിനൈൻസേഷൻ രേഖയോ ഇല്ലാതെ സമർപ്പിക്കുന്ന OCI അപേക്ഷകൾ VFS ഗ്ലോബൽ പോർട്ടൽ വഴി നേരിട്ട് നിരസിക്കപ്പെടും. രണ്ടാമതായി, കേരളത്തിലുള്ള നിങ്ങളുടെ വസ്തുവകകളുടെ കൈമാറ്റം, ബാങ്ക് അക്കൗണ്ടുകൾ, NRE അല്ലെങ്കിൽ NRO സ്റ്റേറ്റസിലേക്ക് മാറ്റൽ, ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കൽ എന്നിവയ്ക്കെല്ലാം ഒരു അമേരിക്കൻ പൗരന് OCI കാർഡും സറണ്ടർ രേഖകളും അത്യന്താപേക്ഷിതമാണ്. ഇനി പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിൽ കാലതാമസം വരുത്തുകയോ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്താൽ ചുമത്തപ്പെടുന്ന കടുത്ത സാമ്പത്തിക പിഴകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കൻ പൗരത്വം കരസ്ഥമാക്കിയ ശേഷം നിങ്ങളുടെ ഒറിജിനൽ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെക്കുന്നതിന് സാധാരണയായി 3 വർഷത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചു നൽകുന്നുണ്ട്. എന്നാൽ ഈ ഗ്രേസ് പീരീഡ് എന്നത് പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാനുള്ള അനുമതിയല്ല, മറിച്ച് അത് സറണ്ടർ ചെയ്യാനുള്ള സമയപരിധി മാത്രമാണ്. അമേരിക്കയിൽ പൗരത്വവും US പാസ്പോർട്ട് നേടിയ ശേഷം ഒരു തവണയെങ്കിലും പഴയ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് അന്താരാഷ്ട്ര യാത്രകൾ നടത്തുകയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇമിഗ്രേഷൻ ചെക്ക് ഇൻ പോയിന്റുകളിൽ അത് കാണിക്കുകയോ ചെയ്താൽ ഓരോ യാത്രാ സംഭവത്തിനും $250 മുതൽ $1000 വരെ കനത്ത പിഴയായി ഈടാക്കുന്നതാണ്. കൂടാതെ അമേരിക്കൻ പൗരത്വം നേടിയ ശേഷം വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷ നൽകുകയോ വിസ സ്റ്റേറ്റസുകൾ പുതുക്കുകയോ ചെയ്യുന്നത് അതിലേറെ ഗുരുതരമായ കുറ്റമായി ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് പ്രകാരം കണക്കാക്കപ്പെടുന്നു. അത്തരം സന്ദർശനങ്ങളിൽ $5000 വരെയുള്ള ഭീമമായ പിഴ ചുമത്തപ്പെടാനും ഭാവിയിൽ OCI കാർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ വിസ ലഭിക്കുന്നത് തടസ്സപ്പെടാനും സാധ്യത ഏറെയാണ്. പാസ്പോർട്ട് VFS വഴി സമർപ്പിക്കുമ്പോൾ വിദേശ പൗരത്വം നേടിയ തീയതിക്ക് ശേഷവും പാസ്പോർട്ടിന്റെ കാലാവധി അവശേഷിക്കുന്നുണ്ടെങ്കിൽ സറണ്ടർ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. എന്നാൽ 5-10 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അത് റിനൈൻസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന വിഭാഗത്തിലേക്കാണ് പ്രോസസ് ചെയ്യപ്പെടുക. അമേരിക്കയിലുള്ള മലയാളി പ്രവാസികൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട കൃത്യമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി, അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക ഔട്ട്സോഴ്സിംഗ് പങ്കാളിയായ VFS ഗ്ലോബൽ വെബ്സൈറ്റ് വഴി റിനൈൻസേഷൻ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. ഇതിനോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒറിജിനൽ ഇന്ത്യൻ പാസ്പോർട്ട്, നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അമേരിക്കൻ പാസ്പോർട്ടിന്റെ കോപ്പി, വിലാസം തെളിയിക്കുന്ന രേഖകൾ, നിശ്ചിത അളവിലുള്ള ഫോട്ടോകൾ എന്നിവ കൊറിയർ വഴിയോ VFS സെന്ററുകളിൽ നേരിട്ടോ സമർപ്പിക്കാം. പ്രോസസിംഗ് നിരക്കുകൾ, ഗവൺമെന്റ് ഫീസുകളും അടച്ച ശേഷം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അപേക്ഷ പരിശോധിക്കുകയും റദ്ദാക്കിയ പാസ്പോർട്ടും ഔദ്യോഗിക സറണ്ടർ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് തപാലിൽ തിരിച്ചയക്കുകയും ചെയ്യും. നിങ്ങൾ സൂക്ഷിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെന്നാൽ, അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പഴയ ഇന്ത്യൻ പാസ്പോർട്ടിലെ എല്ലാ പേജുകളുടെയും, പ്രത്യേകിച്ച് ആദ്യത്തെയും അവസാനത്തെയും പേജുകളുടെയും വ്യക്തമായ ഡീറ്റെയിൽ കോപ്പികൾ സുരക്ഷിതമായി സ്കാൻ ചെയ്ത് സൂക്ഷിക്കുക. ഭാവിയിൽ ഇന്ത്യയിലെ ബാങ്കിംഗ് ആവശ്യങ്ങൾക്കും
വസ്തു രജിസ്ട്രേഷനുകൾക്കും നിങ്ങളുടെ പഴയ പാസ്പോർട്ട് നമ്പർ തെളിവായി നൽകേണ്ടി വരുമ്പോൾ ഈ രേഖകൾ ഉപകരിക്കും. മാത്രവുമല്ല, സറണ്ടർ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ തന്നെ OCI കാർഡിനായി അപേക്ഷ സമർപ്പിക്കുന്നത് വിസിറ്റർ വിസയെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയിലേക്കുള്ള നിങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം തടസ്സമില്ലാതെ തുടരാൻ സഹായിക്കും. അമേരിക്കൻ പൗരത്വം എന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിടുമ്പോൾ മാതൃരാജ്യത്തിന്റെ നിയമപരമായ വ്യവസ്ഥകൾ പാലിക്കുകയും പാസ്പോർട്ട് സറണ്ടർ നടപടികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് ഓരോ പ്രവാസി മലയാളിയുടെയും ചുമതലയാണ്. അനാവശ്യമായ പിഴകളും ഇമിഗ്രേഷൻ തടസ്സങ്ങളും ഒഴിവാക്കാൻ നാച്ചുറലൈസേഷൻ പൂർത്തിയായ ഉടൻ തന്നെ VFS വഴി സറണ്ടർ അപേക്ഷകൾ സമർപ്പിക്കുക. അമേരിക്കൻ മലയാളികളുടെ കുടിയേറ്റ നിയമങ്ങൾ, വിസ വിവരങ്ങൾ, OCI കാർഡ് അപ്ഡേറ്റുകൾ എന്നിവ തത്സമയം മനസ്സിലാക്കാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.